എല്ലാവർക്കും ഷബ്നസ് ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കർണാടകത്തിലുള്ള തൃക്കണാമ്പി വെങ്കടേശ്വര ടെമ്പിളിലേക്കാണ് യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ ആ യാത്രയിലെ വിശേഷങ്ങളും വെങ്കടേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഈ വീഡിയോ എല്ലാവരും തന്നെ അവസാനം വരെ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പൂ കഴിഞ്ഞു പോണേ, പൂ കഴിഞ്ഞിട്ട് പൈപ്പ് ഇല്ല. അതാ പൂവതാ എടാ പേർക്കാണോ? ആ പേർക്ക് വേണം. തിരിച്ചു വരുമ്പോഴല്ലേ ഇപ്പൊ വേണോ? നമ്മൾ എടുത്ത സ്ഥിതിക്ക് പോവാം. ദാഷേട്ടാ ഇതിപ്പോ നമ്മള് ഗുണ്ടൽപേട്ടയല്ലേ? ഇത് ഗുണ്ടൽപേട്ട്. നമ്മളെ കൊറേ വീഡിയോസിൽ ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടല്ലേ ദാഷേട്ടാ? പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ, പച്ചക്കറിന്റെ കൂടെ പഴങ്ങൾ കയറിയിട്ടുണ്ട് നല്ലോണം. ആ മറ്റേ പഴത്തിന്റെ പേര് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പേരൊക്കെയുണ്ട്, നല്ലോണം കാണും. പക്ഷെ എന്ത് രസം എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര തവണ ഷൂട്ട് ചെയ്താലും വീണ്ടും വീണ്ടും ഈ റൂട്ട് കാണുമ്പോൾ വീണ്ടും ക്യാമറ ഓണാക്കും. പൂക്കള് നമ്മളന്ന് വന്നപ്പോ നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലേ ഓണം? ഓണം അതിന്റെ ഭാഗമായി പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പെയിന്റ് ബിസിനസ്സിലേക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന സാധനം ആണല്ലേ? എല്ലാ കാലത്തും മാറി 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 അവർ ചെയ്തോണ്ട് നമ്മൾ കാണാത്ത ഒരു വ്യവസായമാണ് അത്. ഈ സൺഫ്ലവർ അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കൊണ്ടുപോകുന്നത്? അതിന് വേണ്ടി പോകുന്ന സാധനമാണ്. വന്നപ്പോ ഈ സൺഫ്ലവറിന്റെ ഒക്കെ ഇതാണ്ടോ നമ്മളന്ന് ഷൂട്ട് ചെയ്ത ഭാഗം ഇതിപ്പോ ഇതായി എണ്ണയ്ക്ക് കണക്കായി. ഇപ്പൊ ഉള്ള ഒരു ബിസിനസ് ഇപ്പൊ വയനാട്ടിലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതാക്കി കഴിഞ്ഞ് സൺഫ്ലവർ നടും. സൺഫ്ലവർ നട്ടിട്ട് 10 രൂപ വെച്ച് ആളെ കയറ്റി 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 അത് ലാഭത്തിന്റെ ലാഭമാക്കും. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്താക്കും, അതിതാക്കി വിൽക്കുകയും ചെയ്യും. അപ്പൊ അതിന് അഡീഷണൽ ബെനിഫിറ്റ് വരും. ഇവിടെ അത് നല്ല ഭംഗിയുണ്ടല്ലേ? ഇവിടെ ഇപ്പോഴും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഇപ്പോഴും വേണമെങ്കിൽ വരാട്ടോ. ഇവിടെ സൺഫ്ലവർ ഒക്കെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് നല്ല രസത്തിൽ ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല വൈബായിരിക്കും. അപ്പം എന്തായാലും വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ പൂവൊക്കെ ഒന്ന് വാടുന്നതിന് മുമ്പേ വന്ന് കണ്ടോളൂ കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ മാങ്ങയായിരുന്നെങ്കിൽ ഇത്തവണ പേരക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ നടുന്നുണ്ട്. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ പമ്പ് കേട്ടോ, പെട്രോൾ കമ്മത്ത് ഉടുപ്പി കഫേ. പിന്നെന്താ ഇവിടുന്ന് കഴിച്ചാലും മതി. ഫാസ്റ്റാഗ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫാസ്റ്റാഗ് കിട്ടും വാങ്ങണം. ഇവിടെ എണ്ണ ഇതിൽ എന്താന്നുള്ളത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം കേട്ടോ. എന്തായാലും നമ്മളെ മാർക്കറ്റിനെക്കാളും വ്യത്യാസമുണ്ട് അല്ലേ? കുബോട്ടല്ലേ കുഞ്ഞു ട്രാക്ടർ നോക്ക്, കുഞ്ഞു ട്രാക്ടർ നോക്കൂ. ഞാൻ എടുക്ക് ചെറിയ ചെറിയ പർപ്പസില്ലേ അതിന് പറ്റൂലേ? വഴിയോരത്തൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ കച്ചവടം ചെയ്യുന്നേ. ക്യാബേജ് ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. ക്യാബേജ്, പേരക്കയും ക്യാബേജും. ക്യാരറ്റൊക്കെ ഉണ്ടോ ചേട്ടാ? ഒരു ലോറി മീഡിയം ടൈപ്പ് വണ്ടി ഇവിടുന്ന് സാധനം അടിച്ചിട്ട് കച്ചവടം ചെയ്യാൻ കാണാന്. മാത്രല്ല വെള്ളം അവൈലബിലിറ്റി കുറവാണ്, കറണ്ട് പവർ കട്ട് കൂടുതലാണ്. കറക്റ്റ്. മൈൻഡ് ഉണ്ടായാൽ മതി. ഇതൊക്കെ അമ്പടോ ഈ ഉണ്ടാക്കിയിട്ട പ്ലോട്ടുകളുണ്ടോ വിൽക്കാനുള്ള വീടിന് വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് തിരിക്കും. എന്നിട്ട് അവിടേക്ക് ഇലക്ട്രിസിറ്റിയും മറ്റതും ഒക്കെ കറണ്ട് കണക്ഷനും ഒക്കെ എടുക്കും. റോഡ് നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് തരും. അതാണ്ട് വാങ്ങിയാൽ മതി.
എന്നിട്ട് വീടുണ്ടാക്കിയാൽ മതി. ആളകൾ കുഞ്ഞി പശുമ്പി കിട്ടിയ അവരുടെ ഓട്ടുമ്പോൾ നനങ്ങണമെങ്കിൽ വേറെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളനങ്ങിയാലും ശരി. ഇങ്ങനെ മൈസൂരു, ഊട്ടി, കൊല്ലകൽ അടുത്തോട്ട് ടീച്ചേഴ്സ് ലേ ഔട്ട്. The next left is stay on National Highway 766, then turn right onto Chamrajanagar Road. Yes. ചാമരാജനഗർ റോഡിലാണ് നമ്മൾ പോകേണ്ടത്. Turn left, then right. റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ഇവിടെ നിന്ന് ചാമരാജനഗർ റോഡിലൂടെ നമ്മൾ കിടക്കുന്നത് അല്ലേ? കണ്ടോ ബോർഡ് കണ്ട്? കണ്ടു. 11 കിലോമീറ്റർ കുതികല ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് പോലെ കണ്ടു. പണ്ടത്തെ ഈ സാമ്രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച പോലെ അതുപോലെ കിണറ് കാര്യങ്ങൾ, അമ്പലം, ബിൽഡിങ്സ്. അത് മോഡേൺ ആക്കിയെന്ന് എനിക്ക് അറിയില്ല. ആ റൂട്ട് പോകണേ ഞാൻ കാണിച്ചു തരാം. ഇവിടൊക്കെ ഹോട്ടൽസ് ഉണ്ട് രാജേട്ടാ. അതേപോലെ ഇവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഈ പ്രേതബാധ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൗൺഷിപ്പ് തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. ഭയങ്കര സംഭവം. ചാമരാജനഗർ റോഡിൽ നമ്മൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ടൗൺഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ടിട്ടുള്ള കുറച്ചൊരു എന്താ പറയുക അവശേഷിപ്പുകൾ കാണാം കേട്ടോ നമുക്കിപ്പോൾ. ഇതുപോലത്തെ കൽക്കെട്ടുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ നെഞ്ചംകുഡിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ നടപ്പാത ഇതുപോലത്തെ കൽക്കെട്ടല്ലായിരുന്നോ? അപ്പോൾ ഏകദേശം ആ ദ്രവിഡിയൻ ആർക്കിടെക്ചർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം കേട്ടോ. പോണം കേട്ടോ. ഇവിടെ വന്നാലും നമുക്ക് ശിവപാർവതിമാരുടെ പ്രതിഷ്ഠ മാത്രമല്ല, ഗണപതിക്ക് മാത്രമായിട്ടൊരു കുഞ്ഞമ്പലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആഞ്ജനേയന് മാത്രമായിട്ടൊരു കുഞ്ഞമ്പലം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടോ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഗണപതിൻ്റെയും അതുപോലെ തന്നെ ശിവപാർവതിമാരുടെയും ഒക്കെ പ്രതിഷ്ഠകൾ കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു സംഭവം പോലെ നമുക്ക് തോന്നും കേട്ടോ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതോ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അതായത് നല്ല പൂജാവിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാവാം, അത് പിന്നീട് പുതുക്കി പണിതാവാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തൊക്കെ നശിപ്പിക്കപ്പെട്ട സാധനങ്ങളും ആവാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് യഥാർത്ഥത്തിലൊരു തെളിവും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊരു പ്രൊട്ടക്റ്റഡ് ആൻഷ്യൻ്റ് മോണ്യുമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ യൂസ് ചെയ്തിരുന്ന ക്ഷേത്രക്കുളം കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ക്ഷേത്രക്കുളത്തിൻ്റെ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്നത്. ഒരു എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. സർപ്പത്തിന്റെ മാളാണെന്ന് തോന്നുന്നു അവര് പൂജിക്കുന്നൊക്കെ. ഒരു ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സർപ്പത്തിന്റെ ഒരു മാളം കാണാം നമുക്കിവിടെ. വാ മോനെ, അവിടെ നൈത്താക്കല്ലേ, വായോ. ഇവിടെ പണ്ട് പൂജകളും കാര്യങ്ങളും നടന്നൊരു സ്ഥലമായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില ഭാഗത്തൊക്കെ ഈ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ശിവഭഗവാന്റെ കാര്യങ്ങൾ എന്താണ്, ചെറിയ ശിവലിംഗം, അതൊക്കെ ഓരോ ഭാഗത്തുനിന്നും എടുത്തിട്ട് ഇവിടെ വെച്ച് പ്രത്യേക തരത്തിൽ പൂജിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പഴയ ക്ഷേത്രമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ആരാധനാമൂർത്തിനെയാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. പുതിയ ക്ഷേത്രം കെട്ടി പുനർനിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു BC കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10-11 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട്. ആണല്ലേ? മാത്രമല്ല ഈ കുളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടൊരു അത്യാവശ്യം വെള്ളം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കണം അത്. ഇപ്പൊ ഇത് വറ്റി വരണ്ട് അങ്ങേയറ്റായിട്ടുണ്ട്. കുളമൊക്കെ ഞാൻ കണ്ടു. അത് പഴയ അമ്പലമായിരിക്കണം.
പശു ഓ ചെറിയ ഏരിയ അല്ല, അത് അങ്ങോട്ടേക്ക് വൈഡ് സ്പ്രെഡാ. അവിടെയൊക്കെ കണ്ടോ ചെറിയ ചെറിയ പാർക്കുകളാണ്. അവിടെയൊക്കെ പുരാതനമായിട്ടുള്ള കുറേ ചെരുപ്പിടാനേ കൊള്ളാം. കണ്ണുപൊട്ടി ഇതെവിടുന്ന് ഈ ഏരിയ എനിക്ക് അറിയാത്ത വാ അവിടെ കുത്തനെടുക്കണ കുറച്ച് പുളിയാണ് പുളി. വാ അവിടെ വല്ലാതെ പോണ്ട, പാമ്പുണ്ടാവും. എവിടെ ഇതാ അതിന്റെ പക്കണ്ട് വാവണിപ്പാ ടൗൺ തന്നെയത്. ഇതും ഈ രണ്ട് സാധനം ഉണ്ടല്ലോ, ഞാൻ വന്നപ്പോ അതുപോലെ ഏത് അതുപോലെ വായോ ടെമ്പിൾ തന്നെയല്ലേ? ടെമ്പിളാണ്. അതെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഒരു ടൗൺഷിപ്പായിരുന്നു. ടൗൺഷിപ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ടൗൺഷിപ്പ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചിരുന്ന കർണാടക ഗവൺമെന്റിന് കീഴിൽ പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അധികം യൂട്യൂബേഴ്സ് പോയിട്ട് ഈ സൈഡിൽ കൂടെ പോകുന്ന യാത്രക്കാർ വരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് കാര്യം. നമ്മൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അച്ഛൻ ഇത് കൂടെ വന്നപ്പോൾ ഒരു എന്താണ് ഉപേക്ഷിക്കപ്പെട്ട ടൗൺഷിപ്പ് എന്ന നിലയിൽ കണ്ടത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. അതെ അല്ലേ? നോക്കിയപ്പോൾ എന്താണ് ആൻഷ്യൻ മോണുമെന്റ് ആയിരുന്നു. ആണ് ഉള്ളിലേക്ക് എന്തോ ഗ്രാമം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുറേ പേര് വരുന്നു. ആണോ? ആ ഗ്രാമീണ ഇപ്പോൾ ഒരു ചേട്ടൻ കണ്ടില്ലേ? അത് നോക്ക്. ഒരുപാട് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ, റീക്രിയേറ്റ് എന്ന് വെച്ചാൽ അത് പെയിന്റ് അടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതല്ലാണ്ട് വേറെ വലിയ പണികളൊന്നും നടന്നിട്ടില്ല. അല്ലല്ല, അത് പൊളിഞ്ഞു പോയത് തന്നെയാണ്. ആണല്ലേ? കോൺക്രീറ്റ് വെച്ച് പിന്നെയും കിട്ടിയതാണ്. പൊളിഞ്ഞു പോയത് തന്നെയാണ്. വയോ ഇതൊക്കെ കണ്ടോ കാര്യം. അത് പുതിയ കെട്ടാ പോളിഷ് ചെയ്ത് പുതിയ കെട്ട് കെട്ടിയതാണ്. ഹംപിനോടൊന്നും നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വളരെ കുറഞ്ഞ ഒരു അല്ലെങ്കിൽ ചെറിയ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഹംപി എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്, റിമൈനിങ്സ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു സാമ്രാജ്യത്തിൻ്റെ ആണെന്നുള്ള അറിവ് നമുക്കിപ്പോൾ ഇല്ല. കാരണം വെച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന പിന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് പ്രകാരമാണ് നമ്മളിപ്പം ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്നും പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആണെന്നും മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട ടൗൺഷിപ്പ് ആണെന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ നടക്കുന്നത്. കണ്ടോ, ഒരു പുരാതനമായ ഒരു സംഭവമാണെന്ന് ഒറ്റ നോടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്ന സംഭവമാണിത്. കണ്ടോ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മൾ കണ്ടു ഗവൺമെൻറ് പിന്നെ ആ പൊട്ടിപ്പൊളിഞ്ഞതെല്ലാം മാറ്റിയിട്ട് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കണ്ടാൽ അറിയാം ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല. കാടും പടലും മൂടിയിട്ട് ഉള്ളിൽ കിടക്കുവാണ് കെട്ടിടം. മേലെ കുറച്ച് കല്ല് കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിയതല്ല, അതിന് മോൾ ഭാഗം പൊളിഞ്ഞു പോയതാണ്. കണ്ടോ, പൊളിഞ്ഞു പോയതാണ്. കെട്ടിയതല്ല, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടോ, ഇഷ്ടിക കൊണ്ട് കെട്ടിയാണ്ടോ, ഇഷ്ടിക കൊണ്ട് അവിടെ പൊട്ടി പൊളിഞ്ഞ് മതിലുകളെല്ലാം ഉള്ളിൽ കയറണ്ട. വായോ വവ്വാലുകളൊക്കെ. വവ്വാലുണ്ട് അവിടെ. വവ്വാലുണ്ടേ ഏട്ടാ, ആ തൂണുകൾ കണ്ടോ, അതിൽ ഫുള്ള് ചിത്രപ്പണികളായിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്പലങ്ങളാണ് കേട്ടോ കാണുന്നത്. അതിന് നമ്മൾ ഇതിനുള്ളിലുള്ള കൊത്തുപണികൾ കണ്ടോ, നമുക്ക് ഇതിൽ ഓരോ പില്ലറിലും നമുക്ക് വേണ്ട ഓരോ തൂണിലും നമുക്ക് കൊത്തുപണികൾ കാണാം. അടിപൊളിയായിട്ടുള്ള ശില്പങ്ങൾ കാണാം. കണ്ടോ കണ്ടോ, ഒരു നൃത്തം വയ്ക്കുന്ന നർത്തകിയുടെ, അതുപോലെ വീണ വായിക്കുന്ന പിന്നെ ഒരു ലേഡി, അത് ചിലപ്പോൾ സരസ്വതി ദേവീനെ ഉദ്ദേശിച്ചതായിരിക്കാം അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ കണ്ടോ, ഒരുപാട് നല്ല നല്ല പിന്നെ സ്കൾപ്ചറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കാണിച്ച് സൂം ചെയ്ത് കാണിച്ച്. ഇതുണ്ടോ,
പക്ഷെ ഇതെല്ലാം പൊട്ടി പാളിസായി കിടക്കുവാണ്. ശരിക്കും ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകം വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കിയോളജിക്കൽ വകുപ്പിനുണ്ട് കേട്ടോ, കറക്റ്റായിട്ട്. കാരണം അത് റോഡരികിൽ നിന്ന് കാണുന്ന ഭാഗം മാത്രം റിനോവേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള അബാൻഡൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലോട്ട് ഉണ്ടെന്നും അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നും ആളുകൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും കൂടിയുണ്ട്. നമ്മളൊരു പ്രൊമോഷന്റെ രീതിയിൽ എടുക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു പ്ലേസ്, അതെ, മോണ്യുമെന്റ് ആണ്. ഇതിങ്ങനെ ടൂറിസ്റ്റുകളില്ലാതെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം നമ്മളും ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ നമ്മുടെ ഐതിഹ്യങ്ങളുടെ ഭാഗമായ കുറേ സ്ഥലങ്ങൾ അല്ലേ, അപ്പോൾ അത് ഇതുപോലെ കിടക്കുന്നത് വളരെ വളരെ സങ്കടകരമാണ്. അപ്പോൾ അധികൃതർ ഇതിനു വേണ്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും അതിനു വേണ്ടി ഒരു മുൻകൈ എടുക്കുമെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അക്രമങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരും. കാരണം വെച്ചാൽ നമ്മളൊക്കെ അത്രയും വിശ്വസിച്ച് തൊഴുന്ന ദേവികളോ ദേവന്മാരോ ഒക്കെ ആയിരിക്കാം ഒരു കാലത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രതിഷ്ഠകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ആ ക്ഷേത്രം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ അത് റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ തനതായ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമായി ചെയ്യേണ്ടതാണ്. ചരിത്രവുമാണ്, നമ്മുടെ വിശ്വാസവുമായി ഇഴചേർന്ന് കിടക്കുന്ന ചരിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കണ്ടോ എത്രമാത്രം വൃത്തികേടായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് നോക്കിയേ. പക്ഷെ അതേസമയം ഇതേ മോണ്യുമെൻറ്റ് 1961 മോണ്യുമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാരിൻ്റെ ഒരു ബോർഡ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. ബോർഡ് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ കണ്ടോ, ഇവിടേക്ക് കറക്റ്റ് കാണിച്ചു തരാം. കണ്ടോ ഫുള്ള് കാട് കെട്ടിക്കിടക്കുവാണിത്. കണ്ടോ മൊത്തം കാട് കെട്ടി. റോഡ് സൈഡിലുള്ള മോണ്യുമെൻറ്റിൻ്റെ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്. ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ചാനൽ. പിന്നെ ഈ യാത്ര ഇവിടെ നിൽക്കുകയല്ല കേട്ടോ, നമ്മുടെ ഈ യാത്ര വീണ്ടും തുടരുകയാണ്. നമുക്ക് തൃക്കണാമ്പി വെങ്കടേശ്വര ടെമ്പിളിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പം ആ യാത്രയിലെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.